Hi all, welcome back to my channel Unique Eats. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുറേ ആയിട്ട് നമ്മൾ കേക്കിൻ്റെ റെസിപ്പീസ് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ചൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിടുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രൈഡ് റൈസ് നമുക്ക് ബാച്ചിലേഴ്സിനും അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. കാരണം ഞാനത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ കുക്കറിൽ റെഡിയാക്കാറില്ല. അപ്പോൾ നമ്മൾ ഇതിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് കുക്കറിലൊരു ഫ്രൈഡ് റൈസാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ജീക്കിൻ്റെ റോബോ കുക്ക് എന്ന് പറഞ്ഞിട്ടൊരു കുക്കറാണ്. അപ്പോൾ ഇതൊരു മൾട്ടി പർപ്പസ് കുക്കറാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറിന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് ഓപ്ഷൻസും അതേപോലെ തന്നെ നമുക്ക് കുറേ വീട്ടിൽ ജോലികളൊക്കെ കുറേ കൂടെ സിമ്പിളാക്കാൻ പറ്റിയിട്ടുള്ളൊരു കുക്കറാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഞാൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് റൈസ് കുക്ക് ചെയ്യണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആ ഒരു ഓൺ ബട്ടൺ അമർത്തി കൊടുത്തതിന് ശേഷം ആദ്യം നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിനുള്ളിലോട്ട് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കണം, റൈസിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഓണാക്കി കൊടുത്തതിന് ശേഷം അവിടെ സോട്ട് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാധാരണ നമ്മൾ ഫ്രൈങ് പാനിലൊക്കെ സോട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു കുക്കറിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ആ ഒരു ഓപ്ഷൻ നെക്കിയതിന് ശേഷം ഈ ഒരു പാത്രം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അതിനുശേഷം അതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും അതിൻ്റെ കൂടെ തന്നെ ഒരു പീസ് പട്ടയും 2 പൂവ് ഇതേപോലെയുള്ള പൂവും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുവാണ്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് ഈ ഒരു റൈസ് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 5 കപ്പ് വെള്ളമാണ് കേട്ടോ ചൂടാക്കിയിട്ടുള്ളത്. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇത് നമ്മൾ ആ ഒരു വെള്ളത്തിൽ കുക്ക് ചെയ്തെടുക്കുക അല്ലാത്തതുകൊണ്ട് ഞാൻ 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതിന് ഈ നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മളിതിൻ്റെ അടപ്പ് വെച്ച് അടച്ചു കഴിഞ്ഞാൽ കറക്റ്റ് 12 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു റൈസ് കുക്കായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇതിലോട്ട് 5 കപ്പ് തിളച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഇതേപോലെ ഈ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചൂടില്ലാത്ത വെള്ളവും ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടെ സമയമെടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്കായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളം ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഇതേപോലെ അരി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എത്രയാണോ നിങ്ങൾ അരി എടുക്കുന്നത് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു അടപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് അടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇതേപോലെ അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഓൺ ആക്കാം. ഇത് ഓൾറെഡി ഓൺ ചെയ്ത് വെച്ചതാണ്. റൈസ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഓൺ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഇത് കുക്കാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് കുക്ക് ചെയ്യുന്നത് ഗീക്കിൻ്റെ റോബോ കുക്കിലാണ്. പേര് പോലെ തന്നെ ഒരു അടിപൊളി റോബോട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു കുക്കർ. ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു കുക്കറിലുണ്ട്. നമ്മുടെ പണി ഏറ്റവും കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി കുക്കറാണ് കേട്ടോ ഇത്. 11 ഓപ്ഷൻസാണ് അവർ ഈ ഒരു കുക്കറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 11 ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് 60-ലധികം റെസിപ്പീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും കൂടെ പറ്റും. ഉദാഹരണത്തിന് നമുക്ക് റൈസ് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള റൈസും അതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു കുക്കറിൽ ഫ്രണ്ടിൽ റൈസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 3 സെക്കൻഡിനുള്ളിൽ ഈ ഒരു കുക്കർ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ കുക്കറിൽ ചെയ്യുന്നത് പോലെ തീ കുറച്ച് കൊടുക്കാനോ തീ കൂട്ടി കൊടുക്കാനോ പ്രഷർ റിലീസ് ചെയ്യാനോ അങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ നിൽക്കേണ്ട. ഇതിൻ്റെ സമയമാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പ്രഷർ റിലീസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു സമയത്തിനുള്ളിൽ അവർ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള 12 മിനിറ്റിനുള്ളിൽ റൈസിന് 12 മിനിറ്റാണ് പറയുന്നത്. ആ ഒരു 12 മിനിറ്റിനുള്ളിൽ നമ്മുടെ റൈസ് കുക്കായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സാമ്പാർ, ഇഡ്ലി, പൊങ്കൽ, ബിരിയാണി അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാം ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതാണോ കുക്ക് ചെയ്യേണ്ടത് ആ സാധനത്തിൻ്റെ മെനുവിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ലിഡ് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് പറഞ്ഞിട്ടുള്ള സമയത്തിനുള്ളിൽ നമുക്ക് സാധനം റെഡി ആയിട്ട് കിട്ടും. നമുക്ക് ഭയങ്കര ബിസി ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ വളരെ
വളരെ ഈസി ആയിട്ട് സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ചോറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ കുക്കറിൽ വെച്ചതെന്നുണ്ടെങ്കിൽ അത് വിസിലടിക്കുന്ന സമയത്ത് നമ്മൾ ഓഫാക്കണം, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതാകുന്ന സമയത്ത് നമുക്ക് വളരെ ഈസിയിൽ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ കറക്റ്റ് സമയത്ത് അത് ഓഫായിക്കോളും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു ലിഡ് എങ്ങനെ അടയ്ക്കാൻ തുറക്കുകയും ചെയ്യാന്നുള്ളതും കൂടെ കാണിച്ചു തരാം. ഇത് ലോക്ക് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അതായത് ഞാനിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചപ്പോൾ അൺലോക്ക് ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേപോലെ നമുക്ക് അൺലോക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു പ്രഷർ റിലീസിങ് ബട്ടനാണ്. അതായത് നമുക്ക് പ്രഷർ പെട്ടെന്ന് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ അമർത്തി കൊടുത്താൽ മതി. അവരൊരു സമയം പറയും, ആ സമയത്തിന് മുൻപ് നമുക്ക് ഈ ഒരു സാധനം തുറന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രഷർ റിലീസിങ് ബട്ടൺ അമർത്തി കൊടുത്തിട്ട് പ്രഷർ റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സാധനം കുക്കായോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അതല്ല പ്രഷർ നമുക്ക് റിലീസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു കുക്കർ തന്നെ പ്രഷർ അതിനനുസരിച്ച് റിലീസ് ചെയ്തോളും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്ത് ഇതേപോലുള്ളൊരു ഒരു പോട്ടാണ് കേട്ടോ ഉള്ളത്. ഇതിലാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ചെയ്യുക. ഇതൊരു 5 ലിറ്ററിൻ്റെ അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ കൊള്ളാൻ പറ്റിയിട്ടില്ല അത്യാവശ്യം വലിയൊരു പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതേപോലെ 2 സിലിക്കണിൻ്റെ പിടിക്കാനുള്ളൊരു സംഭവം കൂടെ ഉണ്ട്. എന്തായാലും ആ ഒരു പാത്രം പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ആ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ പുറത്തോട്ട് എടുക്കുകയും അകത്തോട്ട് വെക്കുകയൊക്കെ ചെയ്യാം. ഇതേപോലുള്ള 2 സിലിക്കണിൻ്റെ കവറും കൂടെ അവർ ഇതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതേപോലൊരു സ്പാച്ചുലയും ഒരു മെഷറിംഗ് കപ്പും കൂടെയാണ് അവർ ഇതിൻ്റെ കൂടെ നമുക്ക് തരുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് എല്ലാ സാധനങ്ങളും ഈ ഒരു റോബോ കുക്ക് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചിക്കൻ കറി, റൈസ്, ബിരിയാണി, സാമ്പാർ, ദാല് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ റൈസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. 12 മിനിറ്റിനുള്ളിൽ നമ്മുടെ റൈസ് നല്ലപോലെ കുക്കായി. അതിൻ്റെ പ്രഷറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റിലീസായതിന് ശേഷമാണ് ഈ ഒരു സാധനം ഓഫ് ആകുന്നത്. നമ്മളൊന്നും ചെയ്യേണ്ട, പ്രഷറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റിലീസായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ലിഡ് തുറന്നിട്ട് നമ്മുടെ റൈസ് കുക്കായെന്നൊന്ന് നോക്കുവാണ്. ഇതേപോലെ അത്യാവശ്യം നല്ലപോലെ കുക്കായിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് റൈസ് കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനൊക്കെയുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കിയിട്ട് ഈ ഒരു റൈസ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനതൊന്ന് വാർത്ത് വെക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഒരു സോട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു കുക്കറിൽ തന്നെ ഉണ്ട്. നമ്മൾ കുക്കർ ഓൺ ആക്കിയതിന് ശേഷം അതിൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് സോട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് നെക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് അളവിൽ ക്യാരറ്റും 1/4 കപ്പ് അളവിൽ ബീൻസ് അരിഞ്ഞിട്ടതും അതേപോലെ 1/4 കപ്പ് അളവിൽ ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട്. കുറച്ച് ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ വെജിറ്റബിൾസ് ചേർക്കുന്നത് അതൊക്കെ എടുക്കാം. ഞാൻ ഇതൊക്കെയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം അതിലോട്ട് 2 മുട്ടയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. മുട്ടയും കൂടെ ഇടുന്ന സമയത്ത് ഫ്രൈഡ് റൈസിന് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ആ ഒരു മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബാക്കി പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉള്ളിയും ബീൻസും അതേപോലെ ക്യാരറ്റും ക്യാപ്സിക്കമാണ് ഇട്ടിട്ടുള്ളത്. അതെല്ലാം ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഫ്രൈഡ് റൈസിൽ ഇടുന്ന പച്ചക്കറികൾ നമ്മൾ ഒരുപാട് അങ്ങ് സോട്ട് ചെയ്ത് വേവിച്ചെടുക്കില്ല. കുറച്ചൊരു കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിനായിരിക്കും നമ്മളത് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അത്യാവശ്യം ആ ഒരു രീതിയിലാവുന്നത് വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു 1/2 കപ്പ് അളവിലുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം വളരെ നോർമലായിട്ടുള്ളൊരു മാരിനേഷൻ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടുള്ള ഒരു നോർമൽ മാരിനേഷനിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേവിച്ചെടുക്കാം കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസും 1.5 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഇളക്കുക. ഇനി അതിലോട്ട്
ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വാർത്ത് വെച്ചിട്ടുള്ള റൈസ്, ബസ്മതി റൈസും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യാം. ബസ്മതി റൈസ് എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യരുത്, കാരണം ഇതൊരു ചെറിയ പാത്രമാണല്ലോ, അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുക, ഒരുമിച്ച് ഇടാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഞാനിപ്പോൾ കംപ്ലീറ്റ് റൈസും ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ആ ഒരു മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സോട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഓഫ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കുക്കറിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു റോബോ കുക്കിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ.